ఈ చుట్టూ గొదగి చుట్టూ పక్కల సరా పేరుంది బేబీ నాటు సరకన పిల్ల నువ్వే కిక్కంటారే లారీలకి వచ్చేతారే నువ్వంటే చచ్చిపోతారే വീണ്ടും കോണായി മടക്കുക. കണ്ടോ? മടക്കി ഇട്ടിരിക്കുന്നതായ പേപ്പർ ഇതുപോലെ നിവർത്തി സ്ക്വയർ ഷേപ്പിൽ ഇതുപോലെ മടക്കുക. നന്നായി വരയിട്ട് കൊടുക്കുക. വീണ്ടും നിവർത്തി ഓപ്പോസിറ്റ് സൈഡ് അതുപോലെ തന്നെ മടക്കുക. വരകളൊക്കെ കൃത്യമായിട്ട് ചെയ്യണേ. ഇത് കണ്ടോ? നമുക്ക് ഒരു സൈഡ് ഓപ്പണും ഒരു സൈഡ് ക്ലോസുമായി കിട്ടി. ഓപ്പൺ ആയ വശത്തിന്റെ കോർണർ ഇതുപോലെ സെന്റർ ലൈനിലേക്ക് മടക്കുക. ഓപ്പോസിറ്റ് സൈഡും അതുപോലെ തന്നെ മടക്കുക. പേപ്പർ നേരെ തിരിച്ചു വെച്ച് നമ്മൾ മടക്കി അതേ സെന്റർ ലൈനിൽ തന്നെ ഇതുപോലെ മടക്കുക. ഓപ്പോസിറ്റ് സൈഡും മടക്കുക. ഇത് കണ്ടോ? നമുക്ക് കണ്ടു കൂട്ടുകാരെ. മടക്കിയപ്പോൾ നമുക്ക് ഓലയ്ക്ക് ഒരു ത്രികോണം കിട്ടി. ഇനി നമ്മൾ മടക്കിയ ഈ പോർഷനില്ലേ, ആ പോർഷനിൽ കൃത്യമായിട്ട് ഇങ്ങനെ ഈ ത്രികോണം മടക്കുക. വരകളൊന്നും തെറ്റിപ്പോകാതെ മടക്കണേ. എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? കണ്ടോ? ഇപ്പോൾ നമ്മൾ മടക്കിയതായ എല്ലാ ഭാഗങ്ങളും നിവർത്താം. ഓപ്പോസിറ്റ് സൈഡും നിവർത്താം. ഇപ്പോൾ നമുക്ക് നമ്മുടെ പഴയ സ്ക്വയർ വീണ്ടും തിരിച്ചു കിട്ടി. ഓപ്പൺ ആയ സൈഡ് നമ്മൾ നേരത്തെ മടക്കിയ ത്രികോണമില്ലേ, ആ ത്രികോണത്തിൽ ഇവിടെ ഒരു വര വന്നിട്ടുണ്ട്. ആ വരയിലേക്ക് ഇതുപോലെ മടക്കുക. ഇത് കണ്ടോ? ഇപ്പോൾ നമുക്ക് ഒരു ആകൃതി കിട്ടി. ഇതുപോലെ മടക്കിയതായ സൈഡിന്റെ രണ്ട് വശവും ഇതുപോലെ ഉള്ളിലെ സെന്റർ ലൈനിലേക്ക് മടക്കുക. ഈ ഓപ്പോസിറ്റ് സൈഡും അതുപോലെ തന്നെ മടക്കുക. പുറത്തെ ഓപ്പോസിറ്റ് സൈഡും അതുപോലെ തന്നെ മടക്കണം കേട്ടോ കൂട്ടുകാരെ. ഇപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് സൈഡും മടക്കിയപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ആകൃതി കിട്ടിയില്ലേ? കൂട്ടുകാർക്കും ഇതേ ആകൃതി തന്നെയല്ലേ കിട്ടിയിരിക്കുന്നത്? ഇപ്പോൾ ഇതിന്റെ ഒരു സൈഡ് ഓപ്പണും ഒരു സൈഡ് ക്ലോസുമാണ് കിട്ടിയിരിക്കുന്നത്. കൂട്ടുകാർക്ക് ഇങ്ങനെ തന്നെയല്ലേ കിട്ടിയിരിക്കുന്നത്? നമുക്ക് ഈ പോർഷനിൽ ഓപ്പൺ ആയ ഭാഗം ഇതുപോലെ ഇങ്ങോട്ട് മടക്കുക. ഓപ്പോസിറ്റ് സൈഡിലത്തെ ഈ പോർഷൻ ഇങ്ങോട്ട് മടക്കുക. നമുക്ക് ഇങ്ങനത്തെ ഒരു ആകൃതി കിട്ടി. ഒരു സൈഡ് ഓപ്പണും ഒരു സൈഡ് ക്ലോസുമായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ക്ലോസ് ആയ ഭാഗം ഇങ്ങോട്ട് മടക്കുക. ഓപ്പോസിറ്റ് സൈഡും അതുപോലെ തന്നെ മടക്കുക. ഇപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് കിട്ടിയിരിക്കുന്നത്. കൂട്ടുകാർക്കും ഇങ്ങനത്തെ ഷേപ്പ് തന്നെയല്ലേ കിട്ടിയിരിക്കുന്നത്? ഇതിങ്ങനെ നമുക്ക് വിടർത്തുമ്പോൾ ഇവിടെ രണ്ട് പീസ് കാണാം. അതിൽ ഈ പീസ് കുറച്ച് പുറകോട്ട് വലിക്കുക. അപ്പുറത്തെ പീസും കുറച്ച് പുറത്തേക്ക് വലിക്കുക. ഇപ്പോൾ ഇങ്ങനത്തെ ആകൃതി
കിട്ടിയിരിക്കുന്നത്. കൂട്ടുകാർക്കും അങ്ങനെ തന്നെയല്ലേ കിട്ടിയിരിക്കുന്നത്. നമ്മുടെ പക്ഷിയുടെ തലയ്ക്കായി ഇതുപോലത്തെ ഒരറ്റം ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കുക. അപ്പോൾ നമ്മുടെ പക്ഷിയുടെ തല റെഡിയായി. ഇനി വാലിനായി ഈ പോർഷൻ കുറച്ച് പുറത്തേക്ക് വലിക്കണേ. ഇനി ഇവിടെ 2 കണ്ണും കൂടെ വരച്ചു ചേർക്കുക. കണ്ടോ നമ്മുടെ സുഡോക്കോ പക്ഷിക്ക് കണ്ണ് വരച്ചിരിക്കുന്നത്? 2 സൈഡിലും കണ്ണ് വരയ്ക്കണേ. ഇനി നമുക്ക് നമ്മുടെ സുഡോക്കോ പക്ഷി പറക്കൂന്ന് നോക്കണ്ടേ? അതിനായി ഇവിടെ ഒരു കൈ പിടിച്ച് വാലിൽ ഇങ്ങനെ പിടിച്ച് പറത്തുക. നമ്മുടെ സുഡോക്കോ പക്ഷി പറക്കുന്നത്. നിങ്ങളുടെ സുഡോക്കോയും പറക്കുന്നില്ലേ? വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? നിങ്ങളുടെ സബ്സ്ക്രൈബാണ് ഞങ്ങളുടെ വിജയം. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. വീണ്ടും കാണുന്നത് വരെ ടാറ്റാ.